ഞാൻ പറഞ്ഞല്ലോ, വി ഡി സതീശൻ്റെത് ഒരു ഉണ്ടയില്ല വെടി തന്നെയാണ്. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഉണ്ടയില്ല വെടി തന്നെയാണ്. നോക്കൂ, നിങ്ങൾ 2023 മെയ്യിലാണ് ഈ പറയപ്പെടുന്ന കൂടിക്കാഴ്ച തൃശ്ശൂരിൽ നടന്നത്. 2023 മെയ് മാസം ദത്താത്രേയ ഹൊസബാളയും ADGPയുമായി ചേർന്ന് 2024 ഏപ്രിൽ മാസത്തിലെ പൂരം അലങ്കോലമാക്കി. സതീശന് തലക്ക് ഓളമുണ്ട്. 2023 മെയ് മാസത്തിൽ ദത്താത്രേയ ഹൊസബാളയെ കണ്ട് 24 ഏപ്രിൽ മാസം നടക്കുന്ന പൂരം അട്ടിമറിക്കാൻ തീരുമാനമെടുത്തു. ഭയങ്കരമായ ആളാണ് സതീശൻ. നിങ്ങൾ ഭയങ്കരമായ ആളാണ് സതീശന്. ഞാൻ ചോദിക്കട്ടെ, എന്ത് ലോജിക്കാണ് ഇതിലുള്ളത്? പൂരം കൊണ്ടാണ് മുരളീധരൻ പരാജയപ്പെട്ടു എന്നാണ്. 3ാം സ്ഥാനത്താണ് സതീശ. ദയനീയമായിട്ട് മുരളീധരൻ. VS സുനിൽകുമാർ പറഞ്ഞാൽ അതിലൊരു ലോജിക്കുണ്ട്. സതീശൻ പറയുന്നത് 1.5 ലക്ഷം വോട്ടിന്റെ ഇതിൽ 3ാം സ്ഥാനത്തിരിക്കുന്ന മുരളീധരൻ പൂരം അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ജയിച്ചു പോയി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ VD സതീശൻ ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുകയാണ്. 2023 കൂടിക്കാഴ്ച നടത്തിയത് 2024 ഏപ്രിലെ പൂരവുമായി ബന്ധപ്പെടുത്താൻ മാത്രം. എന്ത് അവിവേകമാണ് മിസ്റ്റർ VD സതീശൻ നിങ്ങൾ കാണിക്കുന്നത്? ഉണ്ടയില്ല വെടിയാണ് VD സതീശൻ പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞു, ഈ ഏപ്രിൽ മാസത്തിലെ പൂരവുമായിട്ട് ഈ തരത്തിലുള്ള ഒരു ചർച്ചയും എവിടെ നടന്നിട്ടില്ല. പിന്നെ പൂരം അലങ്കോലമാക്കാനൊക്കെ RSSന്റെ സർക്കാരുവാഹിനെ കൂടിക്കാഴ്ച നടത്തിയിട്ട് വേണം. എന്ത് ലോജിക്കാണ് ഇതിലുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദത്താത്രേയ ഹൊസബാളെ തൃശ്ശൂരിൽ വിവേകോദയം ഹൈസ്കൂളിൽ RSSന്റെ 2യ വർഷ സംഘശിക്ഷാവർഗിൽ വന്നത് 2023 മെയ് മാസത്തിലാണ്. 2024 ഏപ്രിൽ മാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. എന്ത് മണ്ടത്തരമാണ് ഈ സതീശന് ചരിത്രത്തിലേക്ക് പറയുന്നത്? അവർക്കൊന്നും ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയത്തിൽ വർത്തമാനം പറയേണ്ടത്? CPIക്കാർ പറയുന്നതിന് ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ഞങ്ങൾ എന്ത് മറുപടി പറയാനാണ് ഇതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയൻ സർക്കാരും അല്ലേ? CPI പറയുന്നതിന് ഒരു കടലാസിന്റെ വില പിണറായി വിജയൻ ഏതെങ്കിലും കാലത്ത് കൽപ്പിച്ചിട്ടുണ്ടോ? CPI എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് പുലിയാണ്. പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നട്ടലില്ലാത്ത പാർട്ടിയാണ് CPIക്ക് ഒരു അഭിപ്രായവുമില്ല. അധികാരത്തിൽ പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത്. CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ്. അവർ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടത്. VS സുനിൽകുമാർ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, 2023 ദത്താത്രേയ ഹൊസബാളെ തൃശ്ശൂരിൽ വന്നത്. VD സതീശൻ പറഞ്ഞതല്ല. നിങ്ങൾ എന്തിനാണ് തൊണ്ട തൊടാതെ വീഴുന്നത്? നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ ബൈറ്റ്. VD സതീശൻ പറഞ്ഞത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ RSS സർക്കാരുവാഹ് ദത്താത്രേയ ഹൊസബാളയും ADGP അജിത് കുമാറും തമ്മിൽ തൃശ്ശൂരിൽ ചർച്ച നടത്തി. എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഉണ്ടയില്ല വെടിയാണ്. കാരണം 2024 ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂരിലോ കേരളത്തിലോ ദത്താത്രേയ ഹൊസബാളെ വന്നിട്ടില്ല. ഈ കാലയളവിൽ 2023 സന്ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. പൂരം കലക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അത് ഉണ്ടയില്ല വെടിയല്ലാതെ വേറെ എന്താണ്? RSSന്റെ സർക്കാരുവാഹ് ഒരു ഹോട്ടലിലും താമസിക്കില്ല. ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇന്നേ ഒരു RSS സർക്കാരുവാഹോ RSS സർസംഘചാലകൊന്നും ഒരു ഹോട്ടലിലും താമസിക്കില്ല. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട്. പറയുന്ന ആരോപണം എന്താണ്? ഇദ്ദേഹം ഹയാത്തിൽ വണ്ടി വെച്ചിട്ട് അവിടെ പോയി എന്നാണ്. അല്ലാതെ RSS നേതാവ് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നോ കണ്ടിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്? 2024 ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്രേയ ഹൊസബാളയും ADGPയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത VD സതീശൻ പറഞ്ഞപ്പോൾ അത് ഉണ്ടയില്ല വെടിയാണ്. രണ്ടും ഉണ്ടയില്ല വെടിയാണ്. ഒരു കാര്യമില്ലാതാണ് VD സതീശൻ പറയുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? 23 കൂടിക്കാഴ്ച നടത്തിയ ആള് 24 പൂരം കലക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്?